അടുത്ത ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 4. വേനൽക്കാലം അതിൻ്റെ തീവ്രതയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കേരളത്തിൻ്റെ ഊഷ്മാവ് 35 ഡിഗ്രി മുതൽ 38 ഡിഗ്രി വരെ പോകാറുണ്ട്. പാലക്കാട്, പുനലൂർ മേഖലകളിൽ അതിലേക്കും മേലെ പോകാറുണ്ട്. വേനൽ ചൂടിനോടൊപ്പം കുറച്ച് രോഗങ്ങളും കുറച്ച് അസ്വസ്ഥതകളും കൂടെ കൊണ്ടുവരാറുണ്ട്. അവയെ എങ്ങനെ നമുക്ക് മറികടക്കാം, എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള മാർഗങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. വേനൽക്കാലങ്ങളിൽ കാണുന്ന ഏറ്റവും സാധാരണമായി കാണുന്ന ഒരവസ്ഥയാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ. ഒരു സാധാരണ ദിവസം ഒരാളുടെ ശരീരത്തിൽ നിന്ന് 1500 മില്ലി ലിറ്റർ അഥവാ 1.5 ലിറ്റർ ജലം യൂറിൻ വഴിയും 1/2 ലിറ്റർ ജലം വിയർപ്പ് വഴിയും വേറൊരു 1/2 ലിറ്റർ പല രീതിയിൽ കണ്ണീരിലൂടെയും മലത്തിലൂടെയും ശ്വാസത്തിലൂടെയും ദിവസവും നഷ്ടപ്പെടാറുണ്ട്. ഇനി വേനലാകുമ്പോൾ നമ്മൾ കൂടുതൽ വിയർക്കാറുണ്ട് ഇല്ലേ? വിയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ AC ചെയ്യുന്നത് പോലെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇൻറ്റേർണൽ കൂളിംഗ് സിസ്റ്റമാണ് വിയർപ്പ്. ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടുമ്പോൾ കൂടുതൽ വിയർക്കുന്നു. അപ്പോൾ കൂടുതൽ ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ആ ജലാംശം ബാഷ്പീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂട് വലിച്ചെടുത്തിട്ടാണ് ആ ജലം ബാഷ്പീകരിക്കുന്നത്. അങ്ങനെ ശരീരത്തിനെ തണുപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ വേനലാകുമ്പോൾ കൂടുതൽ ചൂട് നിലനിൽക്കുകയും കൂടുതൽ വിയർപ്പ് സ്ഥിരമായി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് 1/2 ലിറ്റർ ജലം എന്നുള്ളത് മണിക്കൂറിൽ 1 ലിറ്ററോ 1.5 ലിറ്ററോ മാക്സിമം 2 ലിറ്റർ വരെയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എത്രത്തോളം ജലം നഷ്ടപ്പെടുന്നോ അതനുസരിച്ച് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കൂടും. ഉദാഹരണമായിട്ട് ഒരാളുടെ ശരീരഭാരത്തിൻ്റെ 1% ഒരു 3% വരെയോ ജലം നഷ്ടപ്പെട്ടാൽ അയാൾക്ക് അമിതമായ ദാഹമോ തൊണ്ടയും ചുണ്ടുമൊക്കെ വരൾച്ചയോ മാത്രമേ തോന്നുള്ളൂ. പക്ഷേ അത് ഒരു 6% ആകുന്നു, അല്ലെങ്കിൽ അത് ഒരു കുറച്ചുകൂടെ കൂടുതൽ ശതമാനം പോയി കഴിഞ്ഞാൽ തലവേദന, ഛർദി, ഓർക്കാനം അങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടും. ഇനി അത് 10% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വളരെ ഗുരുതരമായ അവസ്ഥയാകും. നമ്മുടെ ആന്തരികമായ അവയവങ്ങളെ, പ്രത്യേകിച്ചും വൃക്കകളെ അത് ബാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിർജ്ജലീകരണം വളരെ ശ്രദ്ധയോടെ, വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ നേരിടേണ്ടതാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എന്താണ് അതിന് ശ്രദ്ധിക്കാനുള്ളത്? നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പകരം നമ്മൾ ജലം ഉള്ളിലേക്ക് കൊടുക്കുക. കൂടുതൽ വെള്ളം കുടിക്കുക. വേനൽക്കാലങ്ങളിൽ കൂടുതൽ വെള്ളം കുടിക്കുക. വിയർക്കുന്ന തോതനുസരിച്ച് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ തോത് കൂട്ടുക. വിയർപ്പിൽ കൂടി വെള്ളം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ധാതു ലവണങ്ങളും നഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം ധാതു ലവണങ്ങളുള്ള പാനീയമായിരിക്കണം. പ്രകൃതിയിൽ അണുബാധയില്ലാത്ത ധാതു ലവണങ്ങളടങ്ങിയ ഒരു പാനീയമുണ്ട്, നമ്മുടെ കരിക്കിൻ വെള്ളം, ഇളനീര്. വേനൽക്കാലങ്ങളിൽ കരിക്കിൻ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. ഇനി കരിക്കിൻ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ സാധാരണ വയറിളക്കം വരുമ്പോൾ നമ്മൾ ORS കലക്കി കുടിക്കാറുണ്ട്. ആ ORSും വേനൽക്കാലങ്ങളിൽ നമുക്ക് കലക്കി കുടിക്കാമെന്നുള്ളതാണ്. അതും കിട്ടിയില്ലെങ്കിൽ നാരങ്ങ വെള്ളം ഉപ്പും പഞ്ചസാര ഇട്ടതാകാം, അല്ലെങ്കിൽ മോരിൽ ഉപ്പിട്ടതാകാം. പാനീയം ഏതായാലും ധാരാളം വേണം. അങ്ങനെ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർജ്ജലീകരണത്തിന് നിശേഷമായിട്ടും തടയാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നിർജ്ജലീകരണം വളരെ ഗുരുതരമായിട്ടും ബാധിക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞവരെയാണ്. അതുകൊണ്ട് 60 വയസ്സ് കഴിഞ്ഞവർ വെള്ളം കൂടെ തന്നെ കരുതുക, നിർജ്ജലീകരണത്തിനെ ഒഴിവാക്കുക. നിർജ്ജലീകരണം പോലെ തന്നെ സാധാരണമായി കാണുന്ന ഒന്നാണ് സൂര്യതാപം. എല്ലാവരും സൂര്യതാപത്തിനെ പറ്റി ഉണ്ടാവും. കാരണം ഓരോ വർഷവും സൂര്യതാപം, പുനലൂർ സൂര്യതാപം അല്ലെങ്കിൽ പാലക്കാട് സൂര്യതാപം എന്നൊക്കെ
പത്രത്തിൽ വന്നിട്ടുണ്ടാവും. ഏതെങ്കിലും മനുഷ്യരുടെ ചില വിഭാഗങ്ങൾ ഫോട്ടോയും ഉണ്ടാവും. അപ്പോൾ സൂര്യതാപം എന്താണ്? നമുക്കറിയാം, സൂര്യൻ്റെ പ്രകാശത്തിൽ അൾട്രാ വയലറ്റ് കിരണങ്ങളുണ്ടാകുന്നു. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് 10 മണി തൊട്ട് 4 മണി വരെയുള്ള സൂര്യരശ്മിയിലാണ്. അപ്പോൾ ആ സമയത്ത് മേൽവസ്ത്രമില്ലാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ സൂര്യരശ്മികൾ നമ്മുടെ ദേഹത്ത് വീഴുന്ന ആ സ്ഥലങ്ങളിൽ ഈ അൾട്രാ വയലറ്റ് രശ്മികളുടെ തീവ്രത അനുസരിച്ച് ചില പാടുകൾ നമുക്ക് കാണാൻ പറ്റും. ചുവന്ന പാടുകളാവാം, കുറച്ച് കഴിഞ്ഞ് ആ ചുവന്ന പാടുകൾ ചുവന്ന് തടിക്കാം. ആ തീവ്രത അൾട്രാ വയലറ്റ് റേസിൻ്റെ തീവ്രത കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ തൊലിയിൽ കുമിളകൾ വരുന്നതും കാണാം. ആദ്യത്തെ 2 കേസിലും, അതായത് ചുമന്ന് തടിക്കുകയോ ചെയ്താലും നമുക്ക് വീട്ടിൽ അതിനൊരു പ്രതിവിധിയുണ്ട്. കാരണം അപ്പോൾ തന്നെ തൊലി ചുമക്കുമ്പോൾ തന്നെ നമുക്കൊരു നീറ്റലോ തൊടുമ്പോൾ ഒരു അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ദാഹവും ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ വെയിലിൽ നിന്ന് മാറുക, ഷെയ്ഡിലേക്കോ അല്ലെങ്കിൽ മുറിക്കകത്തേക്കോ വരിക, ധാരാളം വെള്ളത്തിൽ കുളിക്കുക, അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. എന്നിട്ട് ഒരു 4-5 ദിവസം പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക. അപ്പോൾ ആ പാടുകൾ തനിയെ തന്നെ മാറി തൊലി വിരിഞ്ഞ് സാധാരണ പോലെയാകും. അതേസമയം തൊലിപ്പുറത്ത് കുമിളകൾ കണ്ടു തുടങ്ങിയാൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വേനൽക്കാലത്ത് പ്രതിരോധ ശക്തി കുറവായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ആ കുമിളകളിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, വീട്ടിൽ നമ്മൾ അശ്രദ്ധമായി ചെയ്യുന്ന കാരണം കുമിളകൾ പൊട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെയും അണുബാധ വരും. അതുകൊണ്ട് കുമിളകൾ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ വൈദ്യസഹായം നേടേണ്ടതാണ്. ഇനി സൂര്യതാപത്തിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് എന്ന് പറയുന്നത് സൂര്യാഘാതമാണ്, സൺസ്ട്രോക്ക്. അത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങൾ വളരെ അധികം നേരം എക്സ്പോസ്ഡ് ആയാൽ മാത്രമാണ് സൂര്യാഘാതം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ 10 തൊട്ട് 4 മണി വരെ നമ്മൾ ഷർട്ടോ ഡ്രസ്സോ ഇല്ലാണ്ട് പുറത്ത് നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ഉണ്ടായാൽ സൂര്യാഘാതം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കണ്ടീഷനാണ്, എമർജൻസിയാണ്. അവിടെ നമ്മുടെ ശരീരത്തിന് തന്നെ 104 ഡിഗ്രി പുറത്ത് ചൂടുണ്ടാകും. തലചുറ്റൽ, ഛർദി, ബോധമില്ലായ്മ, നമ്മുടെ എവിടെയാണ് എന്താണ് എന്നുള്ളൊരു ബോധമില്ലായ്മ തന്നെ ഉണ്ടാകും. നമ്മുടെ ബ്രെയിനിനെ തന്നെ ആ ഡീഹൈഡ്രേഷൻ ചൂടിൻ്റെ എഫക്റ്റ് ബാധിക്കും. അപ്പോൾ അങ്ങനെ സൂര്യാഘാതം ഒരിക്കലും നോക്കി നിൽക്കാൻ പറ്റുന്നതല്ല. ധാരാളം വെള്ളം ദേഹത്തൊഴിച്ച് അപ്പോൾ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സ. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സൂര്യതാപത്തിനെ മറികടക്കുന്നത്? എന്ത് പ്രിക്കോഷൻ എടുക്കണം? വളരെ സിമ്പിളാണ്. സൂര്യരശ്മി നമ്മുടെ ദേഹത്ത് വീണാൽ മാത്രമേ സൂര്യതാപം ഉണ്ടാകുള്ളൂ. അപ്പോൾ 10 മണി മുതൽ 4 മണി വരെ നമ്മൾ ആരും തന്നെ പുറത്തിറങ്ങരുത്. ഇനി അഥവാ ഒന്ന് ഇറങ്ങേണ്ടി വന്നാൽ തന്നെ വളരെ എല്ലാ സുരക്ഷിത മാർഗങ്ങളും തേടിക്കൊണ്ട് വേണം ഇറങ്ങാൻ. അതിൽ ഒന്നാമത് എന്ന് പറയുന്നത് അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ദേഹത്ത് ഉപയോഗിക്കുക. വസ്ത്രങ്ങൾ എത്താത്ത ഭാഗങ്ങളിൽ എന്നുവെച്ചാൽ സൂര്യരശ്മി നേരിട്ട് പതിക്കുന്ന ഭാഗങ്ങളിൽ സൺസ്ക്രീൻ ലോഷൻസ് പുരട്ടുക. അത് അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഫാൻസി നിന്നൊന്നും മേടിച്ചതാകരുത്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ SPF കണ്ടൻറ്റ് 30% അതിലധികമോ ഉള്ള ക്രീമുകൾ വസ്ത്രം ഇല്ലാത്ത ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും പുരട്ടുക. സൂര്യരശ്മി എങ്ങും ലോഷൻ ഇല്ലാത്ത സ്ഥലത്ത് വീഴരുത്. അത് 2 മണിക്കൂർ ഓരോ തവണ പുരട്ടിയാലും 2 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പുരട്ടേണ്ടി വരും. മൂന്നാമത് നമുക്ക് തൊപ്പി വയ്ക്കാം, കയ്യിൽ ഗ്ലൗസ് ഇടാം. അങ്ങനെ ഫുൾ പ്രൊട്ടക്ഷനിൽ വേണം നമുക്ക് പുറത്തിറങ്ങേണ്ടി വന്നാൽ ഇറങ്ങുക എന്നുള്ളത്. ഇതിന് എല്ലാം പുറമെ ധാരാളം വെള്ളം കുടിക്കുക. അത് സൂര്യതാപം ഏൽക്കാതിരിക്കാനും സൂര്യതാപം ഏറ്റാൽ ചികിത്സിക്കാനും അത് തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. ധാരാളം വെള്ളം കുടിക്കുക, ഇഷ്ടമാതിരി പഴങ്ങൾ കഴിക്കുക. പഴങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതും ചെറിയ ലീഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഉണങ്ങാനും അത് സഹായിക്കും. സൂര്യതാപം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന പാടുകളുടെ ഫോട്ടോകളാണ് ഞാൻ ഈ കാണിക്കുന്നത്. കാര്യങ്ങളൊക്കെ മുൻപ് ഞാൻ പറഞ്ഞു.
വേനൽക്കാലത്ത് നമ്മൾ അധികമായിട്ട് വിയർക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അധികമായിട്ട് വിയർക്കുന്നത് കൊണ്ടും വളരെ നനവും ഹ്യൂമിഡിറ്റിയും വാമും മോയിസ്റ്റും നല്ല ചൂടുള്ളതും അതേസമയം വിയർപ്പ് കൊണ്ട് മോയിസ്റ്റുമായിട്ടുള്ള ശരീരഭാഗങ്ങളിൽ പൂപ്പൽ ബാധ സാധാരണമാണ്. നമ്മുടെ മാറിനടിയിൽ, കാലിൻ്റെ ഇടുക്കുകളിൽ, ബാക്കിലൊക്കെ പൂപ്പൽ ബാധ വേനൽക്കാലങ്ങളിൽ അധികമായിട്ട് വരാറുണ്ട്. അതുപോലെ കുട്ടികളിലും വലിയവരിലും പ്രിക്കിലി ഹീറ്റ്, അതായത് വിയർപ്പ് കുരു സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പോൾ എപ്പോൾ വിയർത്ത് കഴിഞ്ഞാലും നന്നായിട്ട് ധാരാളം വെള്ളത്തിൽ കുളിക്കുകയും ഈർപ്പം ഒപ്പിക്കളയുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ തൊലിപ്പുറത്ത് അലർജിയുടെ പ്രശ്നങ്ങളും വേനൽക്കാലത്ത് കൂടുതലാണ്. വിശേഷം സൂര്യരശ്മിക്ക് തന്നെ അലർജി ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഉണ്ട്, ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും, അത് കൂടുതലാണ്. അതുപോലെ തൊലിപ്പുറം ഡ്രൈ ആകുന്നത് കൊണ്ട് ചൊറിച്ചിലും മറ്റ് സ്കിൻ പ്രശ്നങ്ങളും കൂടുതലും വേനൽക്കാലങ്ങളിൽ കാണാറുണ്ട്. എല്ലാത്തിനും പരിഹാരം ഉള്ളത് നമ്മുടെ ചൂട് തട്ടാതിരിക്കുക, വെയിൽ തട്ടാതിരിക്കുക, കൂടുതലും വീട്ടിനകത്ത് തന്നെ അല്ലെങ്കിൽ ഷെയ്ഡുള്ള ഏരിയകളിൽ തന്നെ പ്രവർത്തിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. ഇത് തന്നെയാണ് നമുക്ക് എല്ലാത്തിനുമുള്ള പ്രതിവിധി. മുൻകരുതലും അതുതന്നെയാണ്. സൂര്യരശ്മി നേരിട്ട് പതിക്കുമ്പോൾ ഉണ്ടാകുന്നുള്ള അസുഖങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വേനൽക്കാലത്ത് വരുന്ന കുറേ ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. അത് ഇനിയൊരു വീഡിയോയിലാകാം. ശരി, ബൈ. ഇനിയും കാണാം.